ഹായ് എവ്രി വൺ. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന ടോപ്പിക്കിൽ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ഫോർ 3-phase മോട്ടോഴ്സും അതിൽ നമ്മൾ സ്റ്റാർട്ടർ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സാണ് ഉള്ളത്, സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ഫോർ 3-phase മോട്ടോഴ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും ജോഗിങ് ഓർ ഇഞ്ചിങ്, അതുപോലെ ജോഗിങ് കൺട്രോൾ, സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് മോട്ടോഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ അജിറ്റേറ്റർ, ഇത്രയുമാണ് നമ്മൾ ഈ കണ്ടൻസ് ഈ വീഡിയോയിലെ കണ്ടൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ജോഗിങ് ഓർ ഇഞ്ചിങ്. എന്താണ് ജോഗിങ്? ഇൻ സം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് എ മെഷീൻ may have to be moved in small increments. This could be done by a control system called jogging. ചില ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാതെ ചെറിയ ചെറിയ ഇൻക്രിമെൻറ്റ്സിൽ, അതായത് കുറച്ച് സമയം റൺ ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെയും റൺ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെ നമുക്ക് സ്മോൾ ഇൻക്രിമെൻറ്റ്സിലായിട്ട് നമുക്ക് റൊട്ടേറ്റിംഗ് പാർട്ട് മൂവ് ചെയ്യിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ദിസ് കുഡ് ബി ഡൺ ബൈ എ കൺട്രോൾ സിസ്റ്റം. ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പം അതിന് ഒരു കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യാറുള്ളത്. അതിനെയാണ് നമ്മൾ ജോഗിങ് അഥവാ ഇഞ്ചിങ് എന്ന് പറയുന്നത്. It is the repeated closure of the circuit to start a motor from rest, producing small movements in the driven machine. അതായത് നമ്മളിപ്പോൾ ഒരു മോട്ടോറിനെ ഒരു സർക്യൂട്ട് ക്ലോസ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാർട്ട് കോണ്ടാക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്യുന്നത് അറ്റ് എ ടൈം, ഒരു ടൈം ക്ലോസ് ചെയ്തിട്ട് പിന്നൊരു പ്രാവശ്യം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് പകരം റിപ്പീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. റിപ്പീറ്റഡ് ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്മോൾ മൂവ്മെൻറ്റ്സ് കിട്ടും. അതായത് ഒന്ന് ക്ലോസ് ചെയ്യുക, പിന്നെ അത് ഓപ്പൺ ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മോൾ മൂവ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആവും. വെൻ ജോഗിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ്, ദ മോട്ടോർ ക്യാൻ ബി എനർജൈസ്ഡ് ഓൺലി ആസ് ലോങ് ആസ് ദ ജോഗ് ബട്ടൺ ഈസ് പ്രസ്ഡ്. ഇനി ഈ ജോഗിങ് സർക്യൂട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാം? നമ്മൾ മോട്ടറിനെ എനർജൈസ് ചെയ്യുക എന്ന് പറയുമ്പം ഈ ജോഗ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന സ്പോട്ടിൽ മാത്രമാണ് നമുക്ക് ഈ ജോഗിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആവുന്നത്. അതായത് മോട്ടറിനെ എനർജൈസ് ചെയ്യാൻ പറ്റുന്നത് ജോഗ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മൾ അതിനകത്ത് നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ മോട്ടർ വീണ്ടും ഓഫായി പോകും. ദ ഓപ്പറേറ്റർ ഹാസ് ഇൻസ്റ്റൻറ്റേനിയസ് കൺട്രോൾ ഓഫ് ദ മോട്ടോർ ഡ്രൈവ്. ഇങ്ങനെയാവുമ്പോൾ എന്താണ്, ഓപ്പറേറ്റർ ഒരു പ്രാവശ്യം മോട്ടറിനെ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് മോട്ടർ അതിൻ്റെ ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അങ്ങനെയല്ല, ഇൻസ്റ്റൻറ്റേനിയസ് കൺട്രോളാണ് വരുന്നത്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഓപ്പറേറ്റർ ആ മോട്ടോർ ഡ്രൈവിനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എക്സാമ്പിളുകൾ എവിടെയാണ് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വരുന്നത്? ലെയ്ത്ത് മെഷീൻ കൺട്രോൾസ്. ലെയ്ത്തിൽ നമ്മൾ ഒരു ടൂൾ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫോർ ചെക്കിംഗ് ദ ട്രൂനെസ് ഓഫ് ദ ജോബ് ആൻഡ് സെറ്റിംഗ് ദ ടൂൾ ഇനീഷ്യലി. ജോബ് എത്ര കണ്ട് വർക്കായി അല്ലെങ്കിൽ എത്ര കണ്ട് കറക്റ്റായി എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഓരോ പോയിന്റിലും നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ആൻഡ് സെറ്റിംഗ് ദ ടൂൾ ഇനീഷ്യലി നമ്മൾ അതിൻ്റെ ടൂൾ സെറ്റ് ചെയ്യുമ്പോഴും ജസ്റ്റ് വെച്ച് കൊടുത്ത് ഒന്ന് റൺ ചെയ്ത് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ പേപ്പർ കട്ടിംഗ് മെഷീൻ, അഡ്ജസ്റ്റിംഗ് ദ കട്ട്. പേപ്പർ കട്ടിംഗ് മെഷീനിൽ നമ്മൾ അതിൻ്റെ കട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോവുകയല്ല, കുറച്ചായിട്ട് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിലാണ് നമ്മൾ ആ മെഷീനെ വർക്ക് ചെയ്യിക്കാറ്. പിന്നെ വേറെ എക്സാമ്പിൾസ് പറയുന്നത് പ്രൈം കൺട്രോൾ ഇൻ ക്രെയിനിൻ്റെ പ്രൈം കൺട്രോൾ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രെയിൻ അങ്ങനെയാണ്, ചെറിയ മൂവ്മെൻറ്റ്സിലായിട്ടാണ് ക്രെയിൻ വർക്ക് ചെയ്യാറുള്ളത്. ഹോയിസ്റ്റ്, ദെൻ കൺവെയർ ബെൽറ്റ് മെക്കാനിസം. So that increment movements either vertically or horizontally could be achieved in the driven machinery. അതായത് നമുക്ക് ഒന്നൊക്കെ വെർട്ടിക്കലി, നമ്മൾ ലിഫ്റ്റൊക്കെ പോലെയാണെങ്കിൽ മേലേക്കും താഴേക്കും അങ്ങനെ വെർട്ടിക്കലി ആ മൂവ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കാം. അതല്ലെങ്കിൽ ഹൊറിസോണ്ടലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ജോഗിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. ഇനി ഈ ജോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 മെത്തേഡ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ജോഗ് ചെയ്യാം.
ദെൻ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ടും ജോഗിങ് നമുക്ക് ഫങ്ഷൻ ചെയ്യാം. ആൻഡ് പുഷ് ബട്ടൺ വിത്ത് ജോഗ് റിലേ. പുഷ് ബട്ടണും ഒരു ജോഗ് റിലേയും കൂടെ കൂടിയിട്ട് നമുക്ക് ഈ വർക്ക് അക്കംപ്ലീഷ് ചെയ്യാൻ പറ്റും. The first one, jogging control using a selector switch. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ബട്ടണിൻ്റെ താഴെയായിട്ട് റണ്ണ് ജോഗ് എന്ന് പറഞ്ഞ് ഒരു സെലക്ടർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആ സ്വിച്ചിനെ ജോഗിലേക്ക് മാറ്റുമ്പം ജോഗ് ചെയ്യും, റണ്ണിലേക്ക് വെക്കുമ്പം അത് നോർമലായിട്ട് റൺ ചെയ്യും. ബൈ യൂസിങ് എ സെലക്ടർ സ്വിച്ച് ദ എക്സിസ്റ്റിംഗ് സ്റ്റാർട്ട് ബട്ടൺ ക്യാൻ ബി യൂസ്ഡ് ആസ് എ jogging push button in addition to its function as a starting push button. നമ്മൾ ഒരു സെലക്ടർ സ്വിച്ച് വെക്കുന്നതോട് കൂടിയിട്ട് സ്റ്റാർട്ട് ബട്ടനെ നമുക്ക് എന്ത് ചെയ്യാം, ജോഗിങ് പുഷ് ബട്ടണായിട്ടും കൂടെ ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഫങ്ഷൻ മാത്രമല്ലാതെ നമുക്ക് ജോഗിങ് ഒരു സെലക്ടർ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടനെ തന്നെ നമുക്ക് ഒരു ജോഗിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടും കൂടെ ജോഗിങ് പുഷ് ബട്ടണായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ഹോൾഡിംഗ് കോണ്ടാക്ട്സ് ഓഫ് ദ കോണ്ടാക്ടർ വിച്ച് ആർ ഇൻ പാരലൽ ടു ദ സ്റ്റാർട്ട് ബട്ടൺ ആർ ഡിസ്കണക്റ്റഡ് ആൻഡ് സെലക്ടർ സ്വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ജോഗ് പൊസിഷൻ. നമുക്കറിയാം, ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിന് പാരലലായിട്ട് നമ്മൾ സാധാരണ ഏത് വെക്കും, ഹോൾഡിംഗ് കോണ്ടാക്ട്സ് വെക്കും. ഓക്സിലറി കോണ്ടാക്ട്സ് ആയിട്ടുള്ള സെൽഫ് ഹോൾഡിംഗ് കോണ്ടാക്ട്സ് നമ്മൾ വെക്കാറുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പം കണക്ഷൻ കംപ്ലീറ്റ് ആവും, സർക്യൂട്ട് ക്ലോസ് ചെയ്യും, നമ്മുടെ നോ വോൾട്ട് കോയിലെല്ലാം എനർജൈസ്ഡ് ആയിട്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും മോട്ടർ ഓഫ് ആവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരലലി ആ ഓക്സിലറി കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ്. ഇവിടെ എന്താ ചെയ്തത്, ആ ഓക്സിലറി കോണ്ടാക്റ്റിനെ നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു സെലക്ടർ സ്വിച്ച് വെക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ ആ സെലക്ടർ സ്വിച്ചിനെ ജോഗ് പൊസിഷനിലേക്ക് വെക്കുമ്പോൾ മോട്ടർ ജോഗിങ്ങിൽ വർക്ക് ചെയ്യും. ഒന്നുകിൽ സാധാരണ റണ്ണിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ K1 ഹോൾഡിംഗ് കോണ്ടാക്റ്റിനെ ക്ലോസ് ചെയ്യും, മോട്ടർ സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും. ഇനി അത് ജോഗ് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ട് ബട്ടനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്ലോഷർ ചെയ്ത് കഴിഞ്ഞാൽ ജോഗ് ഓപ്പറേഷൻ നമുക്ക് പോസിബിൾ ആയിരിക്കും. അതായത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, വീണ്ടും പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും, ജോഗ് ഓപ്പറേഷൻ പോസിബിളായി കിട്ടും. റണ്ണിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടർ റൺ ചെയ്ത് സാധാരണത്തെ പോലെ ഓക്സിലറി കോണ്ടാക്റ്റിൻ്റെ വർക്ക് K1 ചെയ്യും. ദ മോട്ടോർ വിൽ ഓപ്പറേറ്റ് ആസ് ലോങ് ആസ് ദ സ്റ്റാർട്ട് ബട്ടൺ ഈസ് ഹെൽഡ് പ്രസ്ഡ്. ഇവിടെ നമ്മൾ എപ്പോഴൊക്കെയാണോ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്നത് അപ്പോഴെല്ലാം മോട്ടർ ഓൺ ചെയ്യും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജോഗിങ് കൺട്രോൾ യൂസിങ് എ പുഷ് ബട്ടൺ. പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞത്. ഇനി ജോഗിങ് കൺട്രോൾ യൂസിങ് എ പുഷ് ബട്ടൺ, ഒരു പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജോഗിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വെൻ ദ ഓൺ പുഷ് ബട്ടൺ ഈസ് പ്രസ്ഡ്, ഫിഗറിൽ നോക്കുക, ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട് ബട്ടണിൻ്റെ താഴെ ഓക്സിലറി കോണ്ടാക്റ്റ് ആയിട്ടുള്ള K1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 13-14 ഇടയ്ക്ക് നമുക്ക് K1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു റണ്ണിനും ജോഗിനും എല്ലാം കൂടെ വേണ്ടിയിട്ട് ഒരു പുഷ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 30-31 ഇടയ്ക്ക് നമുക്ക് റൺ ഓപ്പറേഷൻ കിട്ടും, 32-33 ഇടയ്ക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജോഗ് ഓപ്പറേഷനും കിട്ടും. അങ്ങനെയാണ് ഈ സർക്യൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെൻ ദ ഓൺ പുഷ് ബട്ടൺ ഈസ് പ്രസ്ഡ്, ഇതിനകത്ത് ഓൺ പുഷ് ബട്ടൺ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ കോയിൽ K എനർജൈസ്ഡ് ആവും, നമ്മുടെ മെയിൻ കോയിൽ K എനർജൈസ്ഡ് ആവും. ആസ് ദ നോ വോൾട്ട് കോയിൽ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് ത്രൂ ദ നോർമലി ക്ലോസ്ഡ് ജോഗ് ബട്ടൺസ് 30 and 31. നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ജോഗ് ബട്ടൺ ആണ് ഇത് 30-31. നോർമലി ക്ലോസ്ഡ് റണ്ണായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് ആണുള്ളത്. അത് നോർമലി ക്ലോസ്ഡ് ആയത് കാരണം നമ്മുടെ K എനർജൈസ്ഡ് ആവും, കോയിൽ K എനർജൈസ്ഡ് ആവും, സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. thereby closing the main contactor and the motor runs. മെയിൻ കോണ്ടാക്ടർ ക്ലോസ് ചെയ്യും, മോട്ടർ റൺ ചെയ്യാൻ തുടങ്ങും. ദ സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്ട് K1 ബിറ്റ്വീൻ ടെർമിനൽസ് 13 and 14 ഗെറ്റ്സ് ക്ലോസ്ഡ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും, മോട്ടർ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആ ടൈമിൽ തന്നെ പാരലലി K1 കണക്റ്റഡ് ആവും. 13-14 ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓക്സിലറി കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും.
ഇനി നമ്മൾ പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും മോട്ടർ കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്ക് ജോഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ആ റൺ ജോഗ് എന്ന് പറയുന്ന ബട്ടണിലാണ് നമുക്ക് ജോഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത്. As soon as the jog push button is pushed, it opens the no volt coil. നമുക്കറിയാം ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് 3031 നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പുഷ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3031 നിന്ന് കണക്ഷൻ വിടും. കണക്ഷൻ വിട്ടിട്ട് അത് 3233ലേക്ക് വരും, അതായത് ജോഗ് പൊസിഷനിലേക്ക് ആ കോണ്ടാക്റ്റ് വരും. The contactor is de-energized and the motor stops if running. നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 3031 കോണ്ടാക്റ്റിൽ നിന്ന് പുഷ് ബട്ടൺ കോണ്ടാക്റ്റ് വിടുന്നതോട് കൂടിയിട്ട് കോണ്ടാക്ടർ എന്ത് ചെയ്യും? ഡി എനർജൈസ്ഡ് ആവും. കാരണം 3031 നിന്ന് പുഷ് ബട്ടൺ കോണ്ടാക്റ്റ് വിട്ടിട്ടുമുണ്ട്, പക്ഷേ 3233ലേക്ക് എത്തിയിട്ടുമില്ല. അതായത് റൺ കണ്ടീഷനിൽ മോട്ടർ സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ ജോഗ് പൊസിഷനിലേക്ക് മോട്ടർ എത്തിയിട്ടുമില്ല. അപ്പോൾ ചെറിയൊരു സമയത്തേക്ക് എന്ത് ചെയ്യും? കോണ്ടാക്ടർ ഡി എനർജൈസ്ഡ് ആവും, മോട്ടർ സ്റ്റോപ്പ് ചെയ്യും. മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോട്ടർ സ്റ്റോപ്പ് ആവും. ദെൻ ദ ജോഗ് ബട്ടൺ ക്ലോസസ് ദ ബോട്ടം കോണ്ടാക്ട്സ് 32 ആൻഡ് 33. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? മോട്ടർ ജസ്റ്റ് ഒരു മിനിറ്റിലേക്ക് മോട്ടർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ജോഗ് ബട്ടൺ ക്ലോസ് ചെയ്യുകയും ചെയ്യും. 32 33 കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആവുന്നതോട് കൂടിയിട്ട് ജോഗ് ബട്ടൺ ക്ലോസ്ഡ് ചെയ്യും. The no volt coil circuit closes and the motor runs as long as the jog button is held pressed. ഈ സമയത്ത് നമ്മൾ ജോഗ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആ സമയത്ത്, അതായത് 3031 നിന്ന് കോണ്ടാക്റ്റ് വിട്ടിട്ട് 3233 നമ്മളിപ്പോൾ പുഷ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് 3233 കോണ്ടാക്റ്റ് വരുന്നത്. അങ്ങനെ പുഷ് ചെയ്ത് പിടിക്കുന്നത്തോളം സമയം എന്ത് ചെയ്യും? നമ്മുടെ കോണ്ടാക്ടർ വീണ്ടും എനർജൈസ്ഡ് ആവും, സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, മോട്ടോർ റൺ ചെയ്യാൻ തുടങ്ങും. By pushing and releasing the jog button repeatedly, the motor starts and stops, causing the driven machinery to inch forward to the desired position. ഇതുപോലെ നമുക്കിനി ആ ജോഗ് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടനെ നേരത്തെ നമ്മൾ ജോഗ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് സെലക്ടർ സ്വിച്ചിന് സ്റ്റാർട്ട് ബട്ടണാണ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ട് ബട്ടൺ റിപ്പീറ്റ് ക്ലോഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ജോഗ് ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ബട്ടൺ ഫിക്സ് ചെയ്ത് അവിടെ വെച്ചു. സ്റ്റാർട്ട് ബട്ടൺ ഫിക്സ് ചെയ്ത് വെച്ചപ്പം ഓക്സിലറി കോണ്ടാക്റ്റ്, സ്റ്റാർട്ട് ബട്ടൺ ഒരു വട്ടം നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞപ്പം പിന്നെ ഓക്സിലറി കോണ്ടാക്റ്റ് അവിടെ ക്ലോസ്ഡ് ആയി, സർക്യൂട്ട് അതിലൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ തൊടുന്നില്ല, പകരം ചെയ്യുന്നത് ജോഗ് ബട്ടൺ നമ്മൾ റിപ്പീറ്ററായിട്ട് റിലീസ് ചെയ്യുകയും പുഷ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഷീൻ ഫോർവേഡായിട്ട് ഇഞ്ചിങ് നടക്കും. പ്രസ്സിങ് ദ സ്റ്റാർട്ട് ബട്ടൺ വിൽ മേക്ക് ദ മോട്ടോർ ടു റൺ നോർമലി. ഇനി നമ്മൾ എന്ത് ചെയ്തു? മറ്റേ പുഷ് ബട്ടൺ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. സാധാരണത്തെ പോലെ 3031 നോർമലി ക്ലോസ്ഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ, ഇത് ജോഗ് ബട്ടണിൽ നമ്മൾ കൈ റിലീസ് ചെയ്തു, 3031 വന്ന് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ബട്ടൺ സാധാരണത്തെ പോലെ സ്റ്റാർട്ട് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ എന്ത് ചെയ്യും? വീണ്ടും നോർമലി മോട്ടർ റൺ ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ്, ജോഗിങ് കൺട്രോൾ യൂസിങ് എ റിലേ. ഇനി റിലേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ജോഗിങ് കൺട്രോൾ ചെയ്യുക എന്ന് നോക്കാം. വെൻ ദ സ്റ്റാർട്ട് ബട്ടൺ ഈസ് പ്രസ്ഡ്, സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കൺട്രോൾ റിലേ കോയിൽ ഈസ് എനർജൈസ്ഡ് ആൻഡ് ക്ലോസസ് ദ കോണ്ടാക്ട്സ് R1 ആൻഡ് R2. സ്റ്റാർട്ട് ബട്ടൺ ഫിഗറിൽ നോക്കാം. ഫിഗറിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ R1 R2 നമ്മുടെ കൺട്രോൾ കോയിൽ നേരെ കാണിച്ചിട്ടുണ്ട്. CR എന്ന് പറയുന്നത് കൺട്രോൾ കോയിലിലേക്ക് സപ്ലൈ എത്തും. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് CR എന്ന് പറയുന്നത് കൺട്രോൾ റിലേ കോയിലിലേക്ക് സപ്ലൈ എത്തും. കൺട്രോൾ റിലേ കോയിൽ എനർജൈസ്ഡ് ആവും. കൺട്രോൾ റിലേ കോയിൽ എനർജൈസ്ഡ് ആവുന്നതോട് കൂടിയിട്ട് R1 R2 കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആവും. സ്റ്റാർട്ട് ബട്ടൻ്റെ പാരലായിട്ട് കിടക്കുന്നതാണ് R1 R2 ക്ലോസ്ഡ് ആവും. മൊമെൻ്ററിലി കംപ്ലീറ്റ്സ് ദ നോ വോൾട്ട് കോയിൽ K സർക്യൂട്ട് ത്രൂ റിലേ കോണ്ടാക്ട് R2. അപ്പോൾ തന്നെ R1 R2 ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മുടെ നോ വോൾട്ട് കോയിലായിട്ടുള്ള K എന്ത് ചെയ്യും? ത്രൂ റിലേ കോണ്ടാക്ട് R2, റിലേയുടെ കോണ്ടാക്റ്റ് ആയിട്ടുള്ള റിലേ കോയിൽ എനർജൈസ്ഡ് ആയപ്പോഴാണ് R1 R2 ആയിട്ടുള്ള റിലേയുടെ കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആവുന്നത്.
R2 ക്ലോസ്ഡ് ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ നോ വോൾട്ട് കോയിൽ കെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കണക്ഷൻ വന്ന് കെ എനർജൈസ്ഡ് ആവും. കെ എന്ന് പറയുന്നത് നമ്മുടെ നോ വോൾട്ട് കോയിലാണ്. നോ വോൾട്ട് കോയിൽ എനർജൈസ്ഡ് ആവും. ഇറ്റ് ക്ലോസസ് ദ സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്ട് K1 ഓഫ് ദ നോ വോൾട്ട് കോയിൽ റിലേ. അപ്പോൾ നോ വോൾട്ട് കോയിൽ റിലേ കെയുടെ സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്റ്റ് ആയിട്ടുള്ള K1 എന്ത് ചെയ്യും, K1 ജോഗും സ്റ്റാർട്ടും ബട്ടണിന് പാരലൽ ആയിട്ട് കിടക്കുന്നുണ്ട്. K1 ക്ലോസ്ഡ് ആവും. ദ മോട്ടോർ റൺസ് കണ്ടിന്യൂസ്ലി ഈവൻ ദോ ദ പ്രഷർ ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ ഈസ് റിലീസ്ഡ്. നമ്മൾ സ്റ്റാർട്ട് ബട്ടൻ്റെ മേലെ, അതായത് K1 എനർജൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ, K1 ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഓക്സിലറി കോണ്ടാക്ട്, സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്ട് അവിടെ വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ മോട്ടറിൻ്റെ പ്രഷർ ചെയ്ത് സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് നമ്മൾ പ്രഷർ എടുത്തു കഴിഞ്ഞാലും മോട്ടർ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. വെൻ ദ മോട്ടർ ഈസ് നോട്ട് റണ്ണിങ്, ഇതിപ്പോൾ മോട്ടർ റൺ ചെയ്യുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി മോട്ടർ റൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ ജോഗ് ബട്ടൺ ഈസ് പ്രസ്ഡ് ദ നോ വോൾട്ട് കോയിൽ ഓഫ് ദ കെ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ്. മോട്ടർ റൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പുഷ് ചെയ്തിട്ടില്ല, അതായത് സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ പ്രഷർ കൊടുക്കാത്ത കേസിൽ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പ്രഷർ കൊടുത്ത് മോട്ടർ റൺ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതല്ലാതെ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പുഷ് ചെയ്യുന്നില്ല, എന്നിട്ട് നമ്മൾ ജോഗ് ബട്ടണാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ബട്ടണിന് പാരലായിട്ടാണ് ജോഗ് ബട്ടൺ കിടക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൻ്റെ അതേ ഓപ്പറേഷൻ ആര് ചെയ്യും, ജോഗ് ബട്ടൺ ചെയ്യും. സ്റ്റാർട്ട് ബട്ടൺ പുഷ് ചെയ്യാതെ ജോഗ് ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ദ മോട്ടോർ റൺസ് ഇഫ് ദ ജോഗ് ബട്ടൺ ഈസ് പ്രസ്ഡ് ദ നോ വോൾട്ട് കോയിൽ ഓഫ് ദ കെ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ്. ജോഗ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നോ വോൾട്ട് കോയിലായിട്ടുള്ള കെയുടെ സർക്യൂട്ട് വീണ്ടും ക്ലോസ്ഡ് ആവും. അതായത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ബട്ടണിലൂടെ സപ്ലൈ വന്ന് ജോഗ് ബട്ടണിലൂടെ കയറിയിട്ടും ജോഗ് ബട്ടൺ വഴി കെ എനർജൈസ്ഡ് ആവും. കെയിൽ നിന്നും എങ്ങോട്ടേക്ക് പോവും, നേരെ നമ്മുടെ L2 മോട്ടറിൻ്റെ ടെർമിനലിലേക്ക് കണക്ഷൻ പോവും. അങ്ങനെ ഈ സർക്യൂട്ട് എന്താവും, ക്ലോസ്ഡ് ആവും. ഇവിടെ കൺട്രോൾ റിലേയോ R2 ഒന്നും എനർജൈസ്ഡ് ആവുന്നില്ല. ഡയറക്റ്റ് ജോഗ് ബട്ടണിലൂടെ കെ എനർജൈസ്ഡ് ആയിട്ട് നമ്മുടെ മോട്ടർ റൺ ചെയ്യാൻ തുടങ്ങും. ദ മോട്ടർ റൺസ് ഓൺലി ആസ് ലോങ് ആസ് ദ ജോഗ് ബട്ടൺ ഈസ് ഹെൽഡ് പ്രസ്ഡ്. ഇവിടെ മോട്ടർ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജോഗ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്നിടത്തോളം സമയം എന്ത് ചെയ്യും, മോട്ടർ റൺ ചെയ്യും. ദ ഹോൾഡിംഗ് സർക്യൂട്ട് ത്രൂ R1 ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഫോർ ദ സ്റ്റാർട്ടർ കോയിൽ ആസ് ദ കൺട്രോൾ റിലേ CR ഈസ് നോട്ട് എനർജൈസ്ഡ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, R1 എന്ന് പറയുന്ന കോണ്ടാക്റ്റ് വർക്ക് ചെയ്യണില്ല. R1 കോണ്ടാക്റ്റ് വർക്ക് ചെയ്ത് K1 ക്ലോസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ റിലീസ് ചെയ്ത് കഴിയുമ്പം ഓക്സിലറി കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മോട്ടർ നിൽക്കാതെ റൺ ചെയ്യുന്നത് പോലെ ഇവിടെയും ജോഗ് ബട്ടണിൽ നമ്മൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ K1 കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്തിട്ട് മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കത് പാടില്ല. K1 അങ്ങനെ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവാൻ പാടില്ല, അതായത് R1 എനർജൈസ്ഡ് ആവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടർ റൺ ചെയ്യാത്ത കണ്ടീഷനിൽ സ്റ്റാർട്ട് ബട്ടണിന് പകരം ജോഗ് ബട്ടണായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ബട്ടണിന് പകരം ജോഗ് ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ റിലേ എനർജൈസ്ഡ് ആവില്ല, R1 കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യില്ല, K1 കോണ്ടാക്റ്റും ക്ലോസ് ചെയ്യില്ല. അവിടെ എന്ത് വരില്ല, ഓക്സിലറി സെൽഫ് ഹോൾഡിംഗ് കോണ്ടാക്റ്റ് അവിടെ മേക്ക് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മോട്ടർ റൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജോഗ് ബട്ടണിന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാരലൽ കോണ്ടാക്റ്റ് മേക്ക് ചെയ്യുന്നില്ല, മോട്ടർ സ്റ്റോപ്പ് ചെയ്ത് പോകും. ആ സ്ഥാനത്ത് അത് സ്റ്റാർട്ട് ബട്ടണാണ് നമ്മൾ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിലറി കോണ്ടാക്റ്റ് മേക്ക് ചെയ്യും, മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്, സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് മോട്ടോഴ്സ്. Multiple motors control in a specified manner by means of timer or limit switches or sensors depending on the requirements of the industries and applications. നമ്മൾ ഇത്രയും നേരം ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു കൺട്രോൾ പാനലുമായിട്ട്, അതായത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഒരു കൺട്രോൾ പാനലുമായിട്ടും ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ മോട്ടേഴ്സ് നമ്മളൊരു സിസ്റ്റത്തിനകത്ത്, ഒരു പ്ലാന്റിനകത്തോ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമർ സ്വിച്ചസോ അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ചസോ സെൻസേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മോട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് മോട്ടേഴ്സ് എന്ന് പറയുന്നത്.
അതായത് ഒരു സീക്വൻസ് ആയിട്ട് ഒരു മോട്ടർ കഴിഞ്ഞാൽ മറ്റേ മോട്ടർ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോളിങ് അവിടെ നടന്നുകൊണ്ടിരിക്കും. The operation of the first motor will control the operation of the second, or the other motors and the operation of the second motor will control the operation of the other motors and so on. ഇവിടെ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ കൺട്രോളാണ് വരുന്നത്. അതായത് ഫസ്റ്റ് മോട്ടറിൻ്റെ ഓപ്പറേഷൻ ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള മോട്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ മോട്ടറിൻ്റെ ഓപ്പറേഷൻ ആയിരിക്കും ചിലപ്പം അത് കഴിഞ്ഞിട്ടുള്ള മോട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. The example of such sequential control system might be found in some of the industrial agitator system. ഇതിന് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ചില ഇൻഡസ്ട്രിയൽ അജിറ്റേറ്റർ സിസ്റ്റം. ഇൻഡസ്ട്രിയൽ അജിറ്റേറ്റർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കെമിക്കൽ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റുകളിലെല്ലാം നമ്മൾ അജിറ്റേറ്റർ വെക്കാറുണ്ട്. അതായത് ഇപ്പോൾ മിൽക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. മെഡിസിൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് യൂസ് ചെയ്യുമ്പം ഈ ലിക്വിഡ്സ് എല്ലാം കൂടെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അജിറ്റേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മിക്സർ ഗ്രൈൻഡറൊക്കെ യൂസ് ചെയ്യുന്ന ഇത് പെർഫോം ചെയ്യുന്ന അതേ ഫംഗ്ഷൻ തന്നെ. മിക്സർ ഗ്രൈൻഡറിൽ ഒരു ബ്ലേഡ് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ അജിറ്റേറ്ററിൽ അജിറ്റേറ്റർ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ദ സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് മോട്ടോർ. സീക്വൻഷ്യൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ എറർ ഡ്യൂ ടു ഹ്യൂമൻ ആൻഡ് മാൻ പവർ. മനുഷ്യന്മാർ, ഇത് ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ പവർ ഉപയോഗിച്ച് നമ്മളിതൊക്കെ മിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ഏത്? മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ. അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ പവറിൻ്റെ എറർ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് എറർ കുറയ്ക്കാൻ കാരണമാവരുത്. ആൻഡ് ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് ദി ഓപ്പറേഷൻ സൈക്കിൾ. ഓപ്പറേഷൻ സൈക്കിളിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യും. മിനിമൈസ് ദ ഐഡിയൽ ടൈം ഓഫ് ദ മെഷീൻസ്. മെഷീൻസിൻ്റെ ഐഡിയൽ ടൈം മിനിമൈസ് ചെയ്യും. ഒരുപാട് സമയം വെച്ച് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് സീക്വൻഷ്യലായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വർക്കുകൾ മെഷീൻ്റെ ടൈം കുറച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ഥാനത്ത് മാനുവലി നമ്മൾ ഓരോരോ മെഷീനായിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യും. ദെൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. എന്താണ് ഇൻഡസ്ട്രിയൽ അജിറ്റേറ്റർ? ഇറ്റ് ഈസ് ദ മെഷീൻ കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ along with the impeller in its long shaft and fitted in the agitator tank which used in the chemical, food and pharmaceutical process industries. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ അജിറ്റേറ്റർ എന്ന് പറയുമ്പം ഒരു മെഷീനാണ്. ഫിഗറിലൊരു മെഷീൻ തന്നിട്ടുണ്ടല്ലോ. ഇസ് കൺസിസ്റ്റ് ഓഫ് എൻ ഇലക്ട്രിക് മോട്ടർ. അതിലൊരു ഇലക്ട്രിക്കൽ മോട്ടർ ഉണ്ട്. അലോങ് വിത്ത് എൻ ഇമ്പല്ലാർ. മേലൊരു അജിറ്റേറ്റർ മോട്ടർ കണ്ടിട്ടില്ലേ? അജിറ്റേറ്റർ മോട്ടറിൻ്റെ താഴിലേക്കൊരു ഷാഫ്റ്റിലൂടെ, ലോങ് ഷാഫ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമ്പല്ലാറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ അറ്റത്തായിട്ടൊരു ഇമ്പല്ലാറ്, ബ്ലേഡുള്ള ഇമ്പല്ലാറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫിറ്റഡ് ഇൻ ദ അജിറ്റേറ്റർ ടാങ്ക്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്തു? അജിറ്റേറ്റർ ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചു. വിച്ച് യൂസ്ഡ് ഇൻ ദ കെമിക്കൽ, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രോസസ് ഇൻഡസ്ട്രീസ്. നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അജിറ്റേറ്റർ ടാങ്ക് ഉണ്ട്. അജിറ്റേറ്റർ ടാങ്കിലേക്ക് അജിറ്റേറ്റർ മോട്ടറിൻ്റെ അറ്റത്തൊരു ഷാഫ്റ്റിലും ലോങ് ഷാഫ്റ്റിൻ്റെ അറ്റത്ത് നമ്മൾ ഇമ്പല്ലാറ് ഫിക്സ് ചെയ്തിട്ട് അജിറ്റേറ്റർ ടാങ്കിലേക്ക് ഇറക്കി വെച്ചു. ഇനി ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു ഫീഡ് പമ്പ് ഉണ്ട്. ഫീഡ് പമ്പ് എന്ന് പറയുമ്പം അതിനകത്തേക്ക് ലിക്വിഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പമ്പാണ്. മേലെ ഇൻലെറ്റ് വാൽവിലൂടെ നമ്മൾ ആ ഫീഡ് പമ്പ് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നെ എയർ കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വാൽവുണ്ട്. എയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്വിഡ് ലെവൽ മോണിറ്റേഴ്സും, അതിനകത്ത് വരുന്ന ലിക്വിഡ് എത്ര ലെവൽ എത്രയാണെന്ന് 2 ലെവൽ മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലെവൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൻസറും ലിമിറ്റ് സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ മിനിമം ലെവൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെൻസറോ ലിമിറ്റ് സ്വിച്ചോ വെച്ചിട്ടുണ്ടാവും. ലിക്വിഡ് ലെവൽ നേരെ അവിടുന്ന് ആ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കാണുന്നത് ഒരു ഡിസ്ചാർജ് പമ്പാണ്. നേരത്തെ നമ്മൾ ഫീഡ് പമ്പ് വെച്ച് അതിൻ്റെ അകത്തേക്ക് ലിക്വിഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മാക്സിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫീഡ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് ഡിസ്ചാർജ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വെക്കണം? ഒരു ഡിസ്ചാർജ് പമ്പും കൂടെ വെക്കണം. ഇനി മിനിമം ലെവൽ എത്തിയാലോ? ലിക്വിഡ് കയറിയിട്ട് മിനിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഫീഡ് പമ്പ് ഉപയോഗിച്ച് ഫീഡ് ചെയ്യും. അപ്പോൾ ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെൻസറും വേണം. അതായത് മാക്സിമം ലെവൽ എത്തുമ്പം ഫീഡ് പമ്പ് ഓട്ടോമാറ്റിക്കലി ഫീഡ് പമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസ്ചാർജ് പമ്പ് ഓപ്പൺ ആക്കണം. അതുപോലെ മിനിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് പമ്പ് ക്ലോസ് ചെയ്തിട്ട് ഫീഡ് പമ്പ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ താഴെയായിട്ട് സ്ലഡ്ജ് ഔട്ട്ലെറ്റ് വാൾവ്. സ്ലഡ്ജുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലഡ്ജ് ഔട്ട്ലെറ്റ് വാൾവും കൂടെ കൊടുത്തിട്ടുണ്ട്.
It has the feeding pump, agitator and a discharge pump. The liquid to be treated is fed into the agitator tank through the feed pump which is started manually. ട്രീറ്റ് ചെയ്യേണ്ട ലിക്വിഡിന് അജിറ്റേറ്റർ ടാങ്കിലേക്ക് കൊടുക്കും ത്രൂ ദ ഫീഡ് പമ്പിലൂടെ കൊടുക്കും. അത് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, മാനുവലി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. After some time lapse, the agitator motor starts by means of timer and stir the liquid continuously till the level of the liquid reaches the minimum level. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ലിക്വിഡ് അതിനകത്തേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ടൈം കഴിയുമ്പം അജിറ്റേറ്റർ മോട്ടർ നോർമലി സ്റ്റാർട്ട് ചെയ്യും. ലിക്വിഡ് സ്റ്റിർ ചെയ്യാൻ തുടങ്ങും. ടിൽ ദ ലെവൽ ഓഫ് ദ ലിക്വിഡ് റീച്ചസ് ദ മിനിമം ലെവൽ. ലിക്വിഡിൻ്റെ ലെവൽ മിനിമം എത്തുന്നത് വരെ ലിക്വിഡ് മിക്സ് ചെയ്യാൻ തുടങ്ങും. വെൻ ദ ലിക്വിഡ് ലെവൽ ഇൻ ദ അജിറ്റേറ്റർ റീച്ചസ് ദ മാക്സിമം ലെവൽ. എപ്പോഴാണോ ലിക്വിഡ് ലെവൽ മാക്സിമം ലെവൽ എത്തുന്നത് ആ സമയത്ത് ഫീഡ് പമ്പ് സ്വിച്ച് ഓഫ് ആവും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്, കാരണം ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ടൈമറും സെൻസറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ specified time lapse of starting the agitator motor, the discharge motor is started by means of one more timer and discharge the liquid to further process. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജിറ്റേറ്റർ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഡിസ്ചാർജ് മോട്ടർ നോർമലി സ്റ്റാർട്ടാകും. എന്നിട്ട് ഈ ലിക്വിഡ് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. വെൻ ദ ലിക്വിഡ് ലെവൽ ഇൻ ദ അജിറ്റേറ്റർ റീച്ചസ് ദ മിനിമം ലെവൽ. ഇനി ലിക്വിഡ് ലെവൽ മിനിമം എത്തിക്കഴിഞ്ഞാലോ ഡിസ്ചാർജ് പമ്പ് സ്വിച്ച് ഓഫ് ആയി പോകും. ഇനി നമുക്കത് സീക്വൻഷ്യൽ കൺട്രോൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് ദ അജിറ്റേറ്റർ സിസ്റ്റം ഹാവിങ് 3 മോട്ടോഴ്സ്. 3 മോട്ടോഴ്സ് ഉള്ള അജിറ്റേറ്റർ സിസ്റ്റത്തിനകത്ത് ഇവിടെ ഏതൊക്കെയാണ് ഇപ്പോൾ 3 മോട്ടർ? നമുക്ക് ഫീഡ് പമ്പ് മോട്ടറുണ്ട്, അജിറ്റേറ്റർ മോട്ടറുണ്ട്, ഡിസ്ചാർജ് പമ്പും ഉണ്ട്. A control panel with necessary wiring and protection are designed and installed to control the sequential control of all the 3 motors. ഈ 3 മോട്ടോഴ്സിൻ്റെയും സീക്വൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺട്രോൾ പാനലിൽ പ്രോപ്പറായിട്ടുള്ള വയറിങ്ങും പ്രൊട്ടക്ഷൻ ഡിവൈസൊക്കെ വെച്ചിട്ട് നമ്മളൊരു കൺട്രോൾ പാനൽ ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. All the 3 motors have individual power circuit of DOL starter with overload and short circuit protection. ആ ഓരോ മോട്ടോറിനും 3 മോട്ടറുണ്ട്. ഓരോ മോട്ടറും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവർ സർക്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോന്നിനും ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറും ഓവർലോഡ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ടോട്ടൽ കൺട്രോൾ പാനൽ ഹാസ് ആൻ ഐസൊലേഷൻ സ്വിച്ച് ടു ഓൺ ആൻഡ് ഓഫ് ദ സപ്ലൈ. ടോട്ടൽ കൺട്രോൾ പാനലിന് ഒരു ഐസൊലേഷൻ സ്വിച്ച്, ഓണും സപ്ലൈ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഐസൊലേഷൻ സ്വിച്ചും പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഹാസ് ഇൻഡിക്കേറ്റർ ലാംപ്സ് ടു ഇൻഡിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ദ പവർ സപ്ലൈ ആൻഡ് കൺട്രോൾ സപ്ലൈ ആൻഡ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ റണ്ണിംഗ് സ്റ്റാറ്റസ് ഓഫ് ഫീഡ് പമ്പ്, അജിറ്റേറ്റർ പമ്പ് ആൻഡ് ഡിസ്ചാർജ് പമ്പ്. ഫീഡ് പമ്പിൻ്റെയും അജിറ്റേറ്റർ പമ്പിൻ്റെയും അതുപോലെ ഡിസ്ചാർജ് പമ്പിൻ്റെയും എല്ലാം റണ്ണിംഗ് സ്റ്റാറ്റസ് കാണിക്കാനും പവർ സപ്ലൈയുടെയും കൺട്രോൾ സപ്ലൈയുടെയും അവൈലബിലിറ്റി കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻഡിക്കേറ്റർ ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സർക്യൂട്ട്. സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് 3 മോട്ടോഴ്സിൻ്റെ പവർ സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 മോട്ടർ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺട്രോൾ സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ കൺട്രോൾ സർക്യൂട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാം? സ്റ്റോപ്പ് 1ഉം 2ഉം തമ്മിൽ സ്റ്റോപ്പ് ബട്ടൺ നോർമലി ക്ലോസ്ഡ് ആണ്. ഇത് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർട്ട് ബട്ടൺ ആണ്. 3ഉം 4ഉം തമ്മിൽ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് അപ്പോഴേക്കും താഴത്തെ കോൺടാക്റ്റ് ക്ലോസ്ഡ് ആവും. C1ഉം C2ഉം ക്ലോസ്ഡ് ആവുന്നുണ്ട്. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്നു നമ്മുടെ മാക്സിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് നോർമലി ക്ലോസ്ഡ് ആണ്. OLR റിലേ വഴി ഓവർലോഡ് റിലേ വഴി നേരെ കണക്ഷൻ കയറി മാക്സിമം ലെവൽ ലിമിറ്റിൽ സ്വിച്ച് നോർമലി ക്ലോസ്ഡ് ആണ്. അതുവഴി വന്ന് നമ്മുടെ ഫീഡ് പമ്പിൻ്റെ കോണ്ടാക്ട് കോയിൽ C1 എന്ന് പറയുന്ന കോയിൽ എനർജൈസ്ഡ് ആവും. C1 കോയിൽ എനർജൈസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഫീഡ് പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഫീഡ് പമ്പ് നമ്മൾ മാനുവലി വെച്ചിട്ടുണ്ടാവും. ഫീഡ് പമ്പ് കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈം കഴിയുന്ന സമയത്തേക്ക് എന്ത് വരും? ടൈമർ T1 എന്ന് പറയുന്ന ടൈമറിൻ്റെ കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ചെയ്യും. ഒരു ഫിക്സഡ് ടൈം കഴിയുമ്പം T1 എന്ന് പറയുന്ന കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആവും. നേരെ T1ൻ്റെ കോണ്ടാക്റ്റ് എവിടെയാണ്? T1ൻ്റെ നോർമലി ഓപ്പൺഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും. 15-16 ഇടയ്ക്കാണ് T1 കോണ്ടാക്റ്റ് കിടക്കുന്നത്. T1 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും.
T1 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ചിൽ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്തൂടെ കറണ്ട് സപ്ലൈ വരും. ഇവിടെ ഇത് ക്ലോസ്ഡ് ആയി കഴിയുമ്പം C2 എനർജൈസ്ഡ് ആവും. ഒരു ഫിക്സഡ് ടൈം ലാപ്സ് കഴിയുന്ന സമയത്താണ് അജിറ്റേറ്റർ മോട്ടോർ വർക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു. ഫീഡ് പമ്പ് വെച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പം ടൈമർ റിലേ ഓണാവും. ടൈമർ റിലേ ഓണായി കഴിഞ്ഞ് ടൈമറിൻ്റെ കോയിൽ ഓണായി കഴിഞ്ഞാൽ T1 കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യും. T1 കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ C2ലേക്ക് സപ്ലൈ എത്തും. C2 കോയിൽ അജിറ്റേറ്റർ മോട്ടറിൻ്റെ കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആവും. അജിറ്റേറ്റർ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി അവിടുന്ന് ഒരു ഫിക്സഡ് ടൈം ഡിലേ കഴിഞ്ഞാൽ ടൈമർ 2 ഓപ്പറേറ്റ് ചെയ്യും. ടൈം ലാപ്സ് കഴിഞ്ഞാൽ ടൈമർ 2 ഓപ്പറേറ്റ് ചെയ്യും. T2ൻ്റെ കോണ്ടാക്ട്സ് വീണ്ടും ഡിസ്ചാർജ് പമ്പിന് നേരെ T2ൻ്റെ കോണ്ടാക്ട്സ് കാണാം. കുറച്ച് സമയം എത്തിക്കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മാക്സിമം ലെവൽ ലിമിറ്റ് എത്തും. മാക്സിമം ലെവൽ എത്തിക്കഴിയുമ്പം 1-2 എന്ന് പറയുന്ന മാക്സിമം ലെവൽ ലിമിറ്റിൻ്റെ സ്വിച്ച് ഓപ്പൺ ആവും. മാക്സിമം ലെവൽ ലിമിറ്റിൻ്റെ സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സർക്യൂട്ട് മാത്രമേ ഉള്ളൂ? മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. മാക്സിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആയാൽ നേരെ നമ്മുടെ ഫീഡ് പമ്പ് പിന്നെ സ്റ്റോപ്പ് ചെയ്യും. ലിക്വിഡിൻ്റെ ലെവൽ മാക്സിമം എത്തിയാൽ ഫീഡ് പമ്പ് സ്റ്റോപ്പ് ചെയ്യും. മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ചിലൂടെ സപ്ലൈ വന്ന് നമ്മുടെ ഇപ്പോൾ ഏത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ആദ്യത്തെ കേസിൽ ഫീഡ് പമ്പും അജിറ്റേറ്റർ മോട്ടറും ഒരുമിച്ച് വർക്ക് ചെയ്തു. രണ്ടാമത്തെ കേസിൽ അജിറ്റേറ്റർ മോട്ടറും ഡിസ്ചാർജ് പമ്പും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. മാക്സിമം ലെവൽ എത്തിക്കഴിയുമ്പം T2 കോണ്ടാക്റ്റ് T2 ടൈമർ വർക്ക് ചെയ്യും. T2 ടൈമർ വർക്ക് ചെയ്യുന്നതോടുകൂടി T2 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും. T2 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് പമ്പിൻ്റെ കോയിൽ C3 ഓപ്പൺ ആവും. C3 എനർജൈസ്ഡ് ആവും. ഡിസ്ചാർജ് പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ലിക്വിഡ് അജിറ്റേറ്റർ ടാങ്കിൻ്റെ അകത്തുനിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ തുടങ്ങും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയി വീണ്ടും ഒരു മിനിമം ലെവൽ ലിമിറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് വീണ്ടും എന്ത് ചെയ്യും? ഓപ്പൺ ആവും. മിനിമം ലെവൽ ലിമിറ്റ് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സപ്ലൈ റൈറ്റ് സൈഡിലോട്ട് സപ്ലൈ വരില്ല. അതായത് നമ്മുടെ അജിറ്റേറ്റർ മോട്ടറും ഡിസ്ചാർജ് പമ്പും സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ മാക്സിമം ലെവൽ ലിമിറ്റ് ക്ലോസ്ഡ് ആവും. അതിലൂടെ ഫീഡ് പമ്പിലേക്ക് സപ്ലൈ വരും. ഫീഡ് പമ്പ് വീണ്ടും മോട്ടർ ലിക്വിഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെയാണ് ഈ കണ്ടീഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം ആദ്യം ഫീഡ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യും. ഫീഡ് പമ്പ് ഓപ്പറേറ്റ് ചെയ്ത് വെള്ളത്തിനൊരു ടൈം ലാപ്സ് കഴിഞ്ഞാൽ അജിറ്റേറ്റർ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അജിറ്റേറ്റർ മോട്ടറും ഫീഡ് പമ്പും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലിക്വിഡിൻ്റെ ലിമിറ്റ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഫീഡ് പമ്പ് സ്റ്റോപ്പ് ചെയ്ത് ഡിസ്ചാർജ് പമ്പ് വർക്ക് ചെയ്യും. ഇതിനൊക്കെയാണ് നമ്മൾ ടൈമർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ സെൻസറും വെച്ചിട്ടുണ്ടാവും. ഡിസ്ചാർജ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അജിറ്റേറ്റർ മോട്ടറും ഡിസ്ചാർജ് പമ്പും ഒരുമിച്ച് വർക്ക് ചെയ്യും. മിനിമം ലെവൽ എത്തിയാൽ ഡിസ്ചാർജ് പമ്പ് സ്റ്റോപ്പ് ചെയ്യും. അജിറ്റേറ്റർ മോട്ടറും സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും ലിക്വിഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് സീക്വൻഷ്യൽ കൺട്രോൾ ഓഫ് 3 മോട്ടോഴ്സ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്.